Allahu 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 Allah. Assalamu alaikum warahmatullah. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidina Muhammadin wa ala alihi washabbihi ajma'in. Amma ba'd. ഒരു ഹദീസിലൂടെ ഒരറിവ് എന്ന വിഷയത്തിൽ ഹദീസുകളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹദീസ് പഠനം സാധാരണ നിലയിൽ സാധാരണക്കാരായ ആളുകൾക്ക് സാധ്യമല്ലാത്ത വളരെ ചുരുക്കമായ ചില വേദികളിൽ നിന്ന് മാത്രം ലഭ്യമാകുന്ന വിജ്ഞാനമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് നാം ചർച്ച ചെയ്യുന്നത്. സാധാരണ നാം കേൾക്കാറുള്ള ഹദീസ് തന്നെ. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلاة الرجل جماعة تزيد على صلاته في سوقه وبيته بضعا وعشرين درجة وذلك أن أحدكم إذا تولى فأحسن الوضوء ثم أتى المسجد لا يريد إلا الصلاة لا ينهزه إلا الصلاة لم يخط خطوة إلا رفع له بها درجة وحط عنه بها خطيئة حتى يدخل المسجد فإذا دخل المسجد كان في الصلاة ما كانت الصلاة هي تحبسه والملائكة يصلون على أحدكم ما دام في مجلس الذي صلى فيه يقولون اللهم ارحمه اللهم اغفر له اللهم تب عليه ما لم يؤذ فيه ما لم يحدث فيه. വളരെ സഹീഹായ ഹദീസാണ് ഈ ഹദീസ്. ഈ ഒരൊറ്റ ഹദീസ് മാത്രമാണ് ഇന്നത്തെ ഈ ഭാഗത്തിൽ ഉള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്നാണ് അവരുടെ പേര്. അബൂ ഹുറൈറ എന്നത് ഓമന പേരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു പൂച്ചയുടെ കുട്ടിയെയുമായി നബിയുടെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വരുന്നത് കണ്ടപ്പോ മടിയിൽ ഒരു പൂച്ചയുടെ കുട്ടിയെ കൊണ്ടുവരുമ്പോ എന്താണിത് എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹിറത്തുന്നത് ഒരു പൂച്ചയാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച പേരാണ് യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ എന്ന പേര്. അപ്പൊ നല്ല ഓമന പേരാണ്. സഹാബാക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഹിഫ്ളുള്ള സഹാബിയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. 5374 ഹദീസുകൾ മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഖീഇലാണ് അവരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് അവർ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തു റജുലി ജമാഅത്തൻ, ഒരാൾ ജമാഅത്തായി നിസ്കരിക്കുക എന്നത് തസീദു അലാ സ്വലാത്തിഹി ഫീ സൂഖിഹി വ ബൈതിഹി, അവന്റെ വീട്ടിലും മങ്ങാടിയിലും അവൻ നിസ്കരിക്കുന്നതിനേക്കാൾ 20 ദറജ 20 പരം പദവികൾ വർദ്ധിക്കുന്നതാണ്.
ബിളുഅ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 10 വരെ. 10 വരെ എന്ന് പറയുമ്പോ 10 പെടാതെ. അപ്പോ 3 മുതൽ 9 വരെയുള്ള സംഖ്യക്കാണ് ബിളുഅ് എന്ന് പറയുന്നത്. അപ്പോ 27 ദറജ എന്ന് വേറെ ഹദീസിലൊക്കെ കാണാം. അതിന്റെ ഒരു വിശദീകരണമാണ്. 25 എന്നും കാണാൻ സാധിക്കും. അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത് സിരിയായ നിസ്കാരമാണെങ്കിൽ 25, ജഹിരിയായ നിസ്കാരമാണെങ്കിൽ 27 എന്നൊക്കെ വിവരിച്ചത് കാണാൻ സാധിക്കും. സിരിയായ നിസ്കാരത്തിന് തന്നെ 27 കിട്ടുകയില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ചില പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ 27 ദറജ ഇരട്ടി പ്രതിഫലം ഒരാൾ അവന്റെ വീട്ടിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ കിട്ടും. ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ കൂടുതൽ ശ്രേഷ്ഠത കിട്ടും. വീട്ടിൽ നിസ്കരിക്കുമ്പോൾ അങ്ങാടിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം കിട്ടും. കാരണം അങ്ങാടി ശയാത്തീനിന്റെ മഹല്ലാണ് എന്നൊക്കെ ചില ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ് അങ്ങനെ ഫദ്ല് കിട്ടാൻ കാരണം? ഞാൻ സ്വന്തമായിട്ടൊന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് വിവരിക്കണം. എന്റെ വക ഇതിലില്ല. അങ്ങനെ കിട്ടാനുള്ള കാരണം ഒരാൾ ഒളു എടുത്ത് നന്നായിട്ട് അതിന്റെ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ഒളു ചെയ്തു. പിന്നീട് അയാൾ പള്ളിയിലേക്ക് വന്നു. സ്കാരമല്ലാതെ മറ്റുദ്ദേശമൊന്നുമില്ലാതെ അയാൾ പള്ളിയിലേക്ക് വന്നു. അയാളെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്നില്ല നിസ്കാരമില്ലാതെ. എന്ന് പറഞ്ഞാൽ ഒരാളെ ആ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക, ഇളക്കുക, ചലിപ്പിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരാൾ വന്നാൽ, അപ്പൊ വെറും നിസ്കാരം മാത്രം മനസ്സിൽ കരുതിയിട്ട് ഒരാൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ അയാൾ ഒരു ചവിട്ടടിയും വെക്കുകയില്ല. അതുകൊണ്ട് അയാൾക്കൊരു പദവി ഉയർത്തപ്പെട്ടിട്ടല്ല. അതുകൊണ്ട് തിന്മയിൽ നിന്ന് ഒന്നും മായ്ക്കപ്പെട്ടിട്ടല്ലാതെയും മസ്ജിദ പള്ളിയിൽ പ്രവേശിക്കുന്നത് വരെ. അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോ തന്നെ അയാളെ പദവി ഉയരുകയും ദോഷങ്ങൾ പോവുകയുമാണ്. മസ്ജിദ പള്ളിയിൽ പ്രവേശിച്ചാൽ അയാൾ നമസ്കാരത്തിലായിരിക്കും. സ്കാരം അയാളെ തടഞ്ഞു നിർത്തുമ്പോഴെല്ലാം എന്ന് പറഞ്ഞാൽ സ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെ അയാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഫലം അയാൾക്ക് കിട്ടുന്ന പറഞ്ഞതിന്റെ അർത്ഥം. മലക്കുകൾ നിങ്ങളിൽ നിന്ന് ഓരോരുത്തരുടെ മേലിലും സ്വലാത്ത് ചൊല്ലും. നമസ്കരിച്ച ആ മജ്ലിസിൽ തന്നെ അവൻ ഇങ്ങനെ ഇരിക്കുമ്പോ മലക്കുകൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. എങ്ങനെ മലക്കുകളെ സ്വലാത്ത് ഒന്നും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിവരിക്കുകയാണ്. യഖൂലൂന, മലക്കുകൾ പറയും, നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന, ധൃതി കാണിക്കാത്ത, നിസ്കരിച്ച സ്ഥലത്ത് നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കാത്ത, ആ സ്വഫ് തന്നെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു. ആരെങ്കിലും ബഹുമാനിച്ചിട്ട് വേണമെങ്കിൽ നീങ്ങിയിരിക്കട്ടെ, ഒരു കാരണമില്ലാതെ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വേറെ എവിടെയെങ്കിലും കുറെ ദൂരെ പോയിട്ട് ഇരിക്കുന്നത് അതൊരു നല്ല രീതി അല്ല. നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം. അതാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ അതിന്റെ അർത്ഥം? ഈ വാക്കിന്റെ അർത്ഥം നാം മനസ്സിലാക്കണം. നിസ്കരിച്ച ആ സ്ഥലത്ത് തന്നെ അവനായിരിക്കുമ്പോൾ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാതെ നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് ഇരുന്നിട്ട് വേറെ എവിടെ 1 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അപ്പൊ സ്വലാത്ത് കിട്ടുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രയാസം.
യഖൂലൂന മലക്കുകൾ പറയും അല്ലാഹുമ്മ റഹംഹു, പടച്ചവനെ ഈ നിസ്കരിച്ചിരിക്കുന്ന മനുഷ്യന് നീ കരുണ ചെയ്യ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഇവനിക്ക് നീ പുറത്തു കൊടുക്ക്. അല്ലാഹുമ്മ തൂബ് അലൈഹി, പടച്ചവനെ ഇവന്റെ മേലിൽ നീ തൗബ സ്വീകരിക്ക്. മലക്കുകൾ പ്രാർത്ഥിക്കുക. മലക്കുകളുടെ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത പ്രാർത്ഥനയാണ്, പെട്ടെന്ന് സ്വീകരിക്കും. മാലം യുഗ്ദി ഫീഹി, ആ സദസ്സിൽ അവൻ ആരെങ്കിലും ബുദ്ധിമുട്ടാക്കിയിട്ടില്ലെങ്കിൽ എന്നാണ്. ഇവിടെ പണ്ഡിതന്മാര് അവിടെ വെച്ചുകൊണ്ട് ഗീബത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. പിന്നെ മാലം യഹ്ദിസു ഫീഹി, അവിടെ അവന് അശുദ്ധി ഉണ്ടായിട്ടില്ലെങ്കിൽ, അവിടെ വെച്ചുകൊണ്ട് അവന്റെ ഉളു മുറിഞ്ഞിട്ടില്ലെങ്കിൽ. ഉളു മുറിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയി ഉളു എടുത്ത് വരിക, അപ്പോഴാണ് ഈ പുണ്യം കിട്ടുക. അപ്പൊ വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ്. ഈ ഹദീസിൽ നിന്ന് നാം പഠിക്കേണ്ടത്, പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നടന്നു പോകുമ്പോ തന്നെ നമ്മളുടെ പദവി ഉയരുകയും ദോഷങ്ങൾ പോവുകയും ചെയ്യും. അങ്ങനെ പള്ളിയിലെത്തി ഉളൂവെടുത്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴൊക്കെ നിസ്കരിക്കുന്ന കൂലി കിട്ടും. നിസ്കാരം കഴിഞ്ഞ അവിടെ തന്നെ ഇരിക്കുമ്പോൾ, ആ നിസ്കരിച്ച സ്ഥലത്താണ് ഇരിക്കുന്നത് എങ്കിൽ അവിടുന്ന് മാറിയിരുന്നിട്ടില്ലെങ്കിൽ, അതാണല്ലോ അതിന്റെ അർത്ഥം, മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുപോലെയുള്ള ഓരോ ഹദീസും ഓരോ അറിവും ദിവസം നേടുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.